മെസ്സി വിവാദത്തിൽ റിപ്പോർട്ടർ ചാനൽ ഉടമ ആൻഡോ അഗസ്റ്റിന് കൂടുതൽ കുരുക്ക്. ആൻഡോ അഗസ്റ്റിൻ്റെയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെയും അക്കൗണ്ടുകൾ ED പരിശോധിക്കും. ദുരൂഹ പണമിടപാടുകളിലേക്കാണ് അന്വേഷണം. ഇതിനായി സമൻസ് ഉടൻ അയക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ റിപ്പോർട്ടർ ചാനൽ ഉടമ ആൻഡോ അഗസ്റ്റിനെതിരായ അന്വേഷണം അത് വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നു. ED അതിനാവശ്യമായ രേഖകളൊക്കെ പരിശോധിക്കുകയാണ്. ആൻഡോ അഗസ്റ്റിൻ്റെയും അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെയും അക്കൗണ്ടുകളൊക്കെ ED പരിശോധിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഒരു അതിശക്തമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിക്കുക, സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ കൃത്യത വരുത്തുക എന്നത് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആൻഡോ അഗസ്റ്റിന്റെയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെയും അക്കൗണ്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കാൻ തുടങ്ങുന്നത്. ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ആർക്കെല്ലാമാണ് പണം കൈമാറിയിട്ടുള്ളത്, എവിടെ നിന്നെല്ലാമാണ് ഈ ഒരു സ്ഥാപനത്തിലേക്കും ഒപ്പം തന്നെ ഇതിന്റെ ഉടമയായ ആൻഡോ അഗസ്റ്റിന്റെ പേഴ്സണൽ അക്കൗണ്ടുകളിലേക്കും പണം എത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ലയണൽ മെസ്സിയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്ന പ്രഖ്യാപനത്തിലൂടെ ഏതാണ്ട് 126 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പും വിദേശ നാണ്യവിനിമയ ചട്ട ലംഘനവും നടന്നുവെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് EDയും വിശദമായ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. പ്രാഥമിക വിവരശേഖരണത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെയും ഒപ്പം തന്നെ ആൻഡോ അഗസ്റ്റിന്റെയും അക്കൗണ്ടിന്റെ വിവരങ്ങൾ പരിശോധിക്കും. ഇത് പ്രാഥമിക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഒരു പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. അതിനുശേഷം ECIA രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യം ഈ ഒരു അക്കൗണ്ടുകൾ അടക്കം പരിശോധിച്ച് അതിലെ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ഒപ്പം ഇതിന്റെ ഭാഗമായി വൈകാതെ തന്നെ ECIA രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഇക്കാര്യത്തിൽ AFI നടത്തിയ പണമിടപാടുകളിൽ വ്യക്തത തേടി RBIക്ക് അന്വേഷണ സംഘം കത്തയക്കാനും ഒരുങ്ങുകയാണ്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയോടെയായിരുന്നു തങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ എന്ന കാര്യമാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും ഉടമയായ ആൻഡോ അഗസ്റ്റിനും വാർത്താ സമ്മേളനത്തിലടക്കം ആവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി എപ്പോഴാണ് കരാറുണ്ടാക്കിയത്, ആ കരാറിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പണം കൈമാറിയിട്ടുണ്ടോ, റിസർവ് ബാങ്ക് ഏതെങ്കിലും തരത്തിൽ പണം കൈമാറുന്നതിനുള്ള അനുമതി ഈ ഒരു റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് നൽകിയിരുന്നോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ എല്ലാം ഭാഗമായി RBIക്ക് കത്തയക്കുന്നു. ഒപ്പം തന്നെയാണ് ഈ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്തിട്ടുള്ളത്. വ്യക്തമാണ്. മെസ്സി വിവാദത്തിലാണ് ആൻഡോ അഗസ്റ്റിനെതിരെ EDയുടെ അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി ആൻഡോ അഗസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള റിപ്പോർട്ടർ ചാനലിന്റെ അക്കൗണ്ടുകളടക്കം ED പരിശോധിക്കും. ഇതിന്മേലുള്ള സമൻസ് ഉടൻ അയക്കും എന്നുള്ള വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ പങ്കുവെക്കുന്നത്.